ഇരിക്കൂ. ഹായ്, നിങ്ങൾ ഇരിക്കൂ സാർ. ഗോഡ് ബ്ലെസ് യു മോളെ. എക്സ്ക്യൂസ് മീ, ഒരു പിയുടെ ചടങ്ങിന് വന്നിട്ട് MD ആയി നിങ്ങൾ ഇത്ര കോസ്റ്റ്ലി ആയി ഗിഫ്റ്റ് കൊടുത്തിട്ട് പോയാ നമ്മുടെ രണ്ടുപേരുടെയും ഇടയിൽ എന്തോ തെറ്റായ ബന്ധമുണ്ടെന്ന് സ്റ്റാഫ് വിചാരിക്കില്ലേ? അതുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള ബന്ധം എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ എല്ലാവരോടും പറഞ്ഞോളൂ. അദ്ദേഹം ഒരു റിസർവ് ടൈപ്പാ. ഒരുപാട് പെണ്ണുങ്ങൾ ഉള്ളത് കൊണ്ടാ പറയാൻ വിഷമം. എനിക്കും ഇദ്ദേഹത്തിനും എന്താണ് ബന്ധമെന്ന് ഞാൻ തന്നെ പറയാം. അഗ്നിസാക്ഷിയായി കൈപിടിച്ച് പുടവ കൊടുത്ത് എന്നെ താലികെട്ടിയ പുരുഷൻ ഇദ്ദേഹമാണ്. താങ്ക്സ്. അല്ല, പോവല്ലേ. ഞങ്ങളുടെ MDയുടെ വൈഫായിട്ടും അദ്ദേഹത്തോടൊപ്പം ഒന്നിച്ച് ജീവിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ഇവരെല്ലാരും ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? ഇന്നെന്റെ ഹസ്ബൻഡിന് എന്താ സംഭവിച്ചെന്നറിയില്ല. ഒരുപാട് നാണിക്കുന്ന അദ്ദേഹം. സാരമില്ല, ഞാൻ തന്നെ പറഞ്ഞോളാം. ചിലരെല്ലാം ജാതി മാറി കല്യാണം കഴിക്കാറുണ്ട്, ചിലരെല്ലാം മതം മാറി കല്യാണം കഴിക്കും. കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നവരും ഒരുപാടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കല്യാണം സംതിങ് ഡിഫറെന്റ്. മില്ലേനിയം ഇയറിൽ എന്റെ ഹസ്ബൻഡ് കണ്ടുപിടിച്ചത് എഗ്രിമെന്റ് കല്യാണം. അദ്ദേഹത്തോടൊപ്പം 1 വർഷം ജീവിക്കണമെന്നുള്ളതാണ്, ടെമ്പററി ഭാര്യയായിട്ടിരിക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ എഗ്രിമെന്റ്. ആ 1 വർഷത്തെ ജീവിതത്തിൽ എന്റെ അദ്ദേഹത്തോടുള്ള പെരുമാറ്റവും ഞാൻ അദ്ദേഹത്തിന് എന്തുമാത്രം സന്തോഷം കൊടുക്കുന്നു എന്നതും അതെല്ലാം നോക്കിയായിരിക്കും എന്നെ പെർമനന്റ് ഭാര്യയാക്കി മാറ്റണമോ എന്ന് തീരുമാനിക്കുന്നുവെന്നാണ് പറഞ്ഞത്. ആ 1 ഇയറിൽ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ഇംപ്രസ് ചെയ്തൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സോറി, സ്വന്തം വീട്ടിലേക്ക് അദ്ദേഹം തന്നെയാണ് ഡ്രോപ്പ് ചെയ്തിട്ട് പോയത്. ഹീസ് എ നൈസ് ജെന്റിൽമാൻ. 1 വർഷം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ കുട്ടിയുണ്ടാവുമെന്ന് ചോദിച്ചേക്കാം. അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഭാര്യയാണെന്നുള്ള തോന്നലും ബോധവും വരും. അങ്ങനെ അദ്ദേഹത്തിന് തോന്നല് വരുമ്പോ ഞാൻ അദ്ദേഹത്തെ എഗ്രിമെന്റ് ഭാര്യയായി സന്തോഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും എഗ്രിമെന്റിന്റെ കാലാവധി കഴിഞ്ഞ ഉടനെ എന്നെ തിരിച്ചയച്ചു. ഇതിൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നത് എന്താണെന്നാൽ, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നപ്പോ എന്നോട് തോന്നാത്ത സ്നേഹം ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ വന്നതിന് ശേഷം തോന്നുന്നു. എനിക്ക് വേണ്ടി നഷ്ടത്തിലായിരുന്ന ഫാക്ടറി വിലക്ക് വാങ്ങി. ഞാൻ കാരിങ് ആണെന്ന് അറിഞ്ഞതും ബസ് വാങ്ങിയിരിക്കുന്നു. മേഡം, ഫാക്ടറി വാങ്ങിയതും ബസ് വാങ്ങിയതും ഒന്നും ബിസിനസിന് വേണ്ടിയിട്ടല്ല, അത് മേഡത്തിനോടുള്ള സ്നേഹം കൊണ്ടാ. വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ നേരം സ്നേഹമില്ലായിരുന്നു നിങ്ങളുടെ MDക്ക്. പെട്ടെന്ന് എവിടുന്ന് ഈ സ്നേഹം വന്നത്? എന്താ എഗ്രിമെന്റ് കല്യാണത്തിന് വേറെ ആരെയും കിട്ടിയില്ലേ? പ്രിയേ, നിന്റെ ദേഷ്യത്തിലെ ന്യായം എനിക്ക് മനസ്സിലാവും മോളെ. പക്ഷെ അവൻ താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി മനസ്സ് മാറി വന്നിരിക്കുക. അവനോട് ക്ഷമിച്ചൂടെ മോളെ, പ്ലീസ്? സോറി സർ. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നത് പോലെ ഒരല്പം പോലും മനസാക്ഷിയില്ലാതെ എഗ്രിമെന്റിന്റെ പേരിൽ എന്റെ മനസ്സിനെ തകർത്ത ഇദ്ദേഹത്തെ ഇങ്ങനെ ക്ഷമിക്കണമെന്നാ പറയുന്നത്? പ്രിയേ, ഇത്രയും ദേഷ്യം നിനക്ക് അയാളോട് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ എന്തിനാ ഈ ചടങ്ങിനെ നീ വിളിച്ചേ? അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നത്? പണക്കാരനായ വിശ്വനാഥൻ സാറിന്റെ മരുമകളാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയോ മിസ്റ്റർ വിജയുടെ ഭാര്യയാണെന്ന് അഭിമാനിക്കുന്നതിന് വേണ്ടിയോ അല്ല ഞാൻ എല്ലാവരും വിളിച്ചു വരുത്തിയത്. ഭർത്താവ് ആരാണെന്ന് പറയാതെ എനിക്ക് ജീവിക്കാൻ കഴിയും. പക്ഷെ പാപത്തിന്റെ പ്രതിഫലമായി എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ എല്ലാവരും വിളിച്ചു വരുത്തിയത്. വന്നതിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് പോകാം. എന്താ മോളേത്? നീ ഞങ്ങളുടെ വംശത്തെയല്ലേ നിന്റെ വയറ്റിൽ ചുമക്കുന്നത്? ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിനും ഞങ്ങൾക്ക് തമ്മിൽ ഒരു ബന്ധമില്ലാത്ത പോലെയല്ലേ നീ ഞങ്ങളോട് പെരുമാറുന്നത്? തീർച്ചയായും ഇല്ല സർ. ഈ കുഞ്ഞും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തിന്റെ എഗ്രിമെന്റ് എനിക്ക് മാത്രമായിരുന്നു. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അദ്ദേഹവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു എഗ്രിമെന്റിലും ഇല്ല. അതുകൊണ്ട് ഇതിന് അവകാശം പറയാനുള്ള അധികാരം നിങ്ങൾക്ക് ആർക്കുമില്ല. ഞാൻ ടെമ്പററി ഭാര്യയായിട്ട് ജീവിച്ചതിന് എനിക്ക് ലഭിച്ച ഗിഫ്റ്റ് ആണിത്. എഗ്രിമെന്റ് ജീവിതത്തിൽ മരവിച്ച എന്റെ മനസ്സിന് ദൈവം തന്ന ഒരു ആശ്വാസം. ഇത് ആർക്കും എന്നിൽ നിന്നും തട്ടിപ്പറിക്കാൻ കഴിയില്ല. ഇത് എന്റെ കുട്ടിയാണ്. ഇതിനെ ഞാൻ ആർക്കും തരില്ല, ആർക്കും തരില്ല, ആർക്കും തരില്ല.
നന്നായിട്ടുണ്ട്. ഈ 1 ഇയർ മാരേജിൽ നീ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഇപ്പോൾ ഈ ജനത്തിൻ്റെ മുന്നിൽ നീ അവതരിപ്പിച്ചത് ഞാൻ ശരിക്കും കേട്ടു. വളരെ മനോഹരമായി സംസാരിച്ചു നീ. ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഞാനൊരു ദുഷ്ടനാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ നന്നായി കൈകാര്യം ചെയ്തു നീ. ഗുഡ് പെർഫോമൻസ്. ബട്ട് നിന്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും മറക്കാതെ പറഞ്ഞ നീ 1-2 കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. അത് മറന്നുപോയതാണോ അതോ മറച്ചതാണോ നീ? കള്ളം പറഞ്ഞപ്പോൾ വാക്കുകൾക്ക് എന്തൊരു മൂർച്ചയായിരുന്നു. ഇപ്പൊ ആൾക്കാരോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ നീ എന്തിനാ ഇത്രയും ദുഃഖിച്ചു നിൽക്കുന്നത്? ഈ നാട്ടുകാരെ മുന്നിൽ നിർത്തി എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഈ ചടങ്ങിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നല്ലോ. കല്യാണത്തിൻ്റെ അന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാണല്ലോ ഞാൻ. അപ്പം തന്നെ നീ ആ കഴുത്തിലെ താലി വലിച്ചെറിഞ്ഞിട്ട് 1 ഇയർ ഭാര്യയായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോകേണ്ടതല്ലായിരുന്നോ നീ? എന്തുകൊണ്ട് പോയില്ല? ദേ, നിന്നെ സംബന്ധിച്ച് 1 വർഷത്തെ എഗ്രിമെന്റ് ഞാൻ ഇട്ടത് വലിയ തെറ്റായിപ്പോയെന്നല്ലേ നീ പറയുന്നത്? ദേ, ഞാനും പറയുക, ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. ഞാൻ കൾച്ചർ അറിയാതെ ചെയ്ത തെറ്റാ. ഞാൻ ജീവിച്ച നാട്ടിലെ കല്യാണം ഇവിടുത്തെ ഉത്സവം പോലുള്ള കല്യാണം അല്ല. ആർക്കാരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം, ഇഷ്ടമല്ലെങ്കിലോ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് അവൻ്റെ വഴിക്ക് പോവാം. കല്യാണം എന്ന് പറയുന്നത് അതെന്താ ഈ റേഷൻ മെത്തേഡിൽ ഒരുത്തിന് 1 ഭാര്യ, ഒരുത്തിക്ക് 1 ഭർത്താവ്, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസും ഇല്ല. 2-3 പ്രാവശ്യം കല്യാണം കഴിച്ച ആണുങ്ങളെ കണ്ടിട്ടുണ്ട്, 4-5 പ്രാവശ്യം കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. ആ കൾച്ചർ കണ്ട് വളർന്ന എനിക്ക് 1 വർഷം ഞാൻ എഗ്രിമെന്റ് ഇട്ടത് വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നില്ലടി. എന്നാ നിനക്ക് കല്യാണം എന്നതിൻ്റെ അർത്ഥം അറിയാം. താലിച്ചരടെന്ന വലിയ മഹത്വവും അറിയാം. നല്ലതോ ചീത്തയോ ഏതവൻ വന്നാലും അവൻ്റെ കൂടെ ജീവിതാവസാനം വരെ ജീവിക്കണമെന്നുള്ള തത്വവും നിനക്കറിയാം. ഇതെല്ലാം മനസ്സിലാക്കിയ നീ എന്തിനു വേണ്ടിയാണ് 1 വർഷത്തേക്ക് ഭാര്യയായിരിക്കാമെന്നും പറഞ്ഞ് ഞാൻ തന്ന എഗ്രിമെന്റിൽ സൈൻ ചെയ്തത് എന്തിനാണെന്ന് പറഞ്ഞു കൊടുക്കണി. എന്തിനാ തലകുനിച്ചത്? എന്താ വിശ്വനാഥന്റെ മകൻ കൾച്ചർ അറിയാതെ തെറ്റായി വളർന്നതുകൊണ്ട് അവനെ കല്യാണം കഴിച്ച് നേരെയാക്കാൻ വേണ്ടിയായിരുന്നോ? ഇല്ലെങ്കിൽ അമ്മയില്ലാതെ വളർന്നതുകൊണ്ട് തെറ്റായി വളർന്നു അവന് ഭാര്യയായിരുന്ന അല്ലെങ്കിൽ അമ്മയായിരുന്ന് ജീവിതം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയോ? ഇതിനൊന്നും വേണ്ടിയല്ല. നിന്റെ ചേച്ചിയുടെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പണം വേണമായിരുന്നു. നിന്റെ അനിയത്തിക്ക് സ്ത്രീധനം കൊടുക്കാൻ പണം വേണമായിരുന്നു. നിന്റെ അനുജന് ജോലി വേണമായിരുന്നു. ഇതെല്ലാം വന്നു ചേരണമെങ്കിൽ വിശ്വനാഥനെ പോലെ വലിയൊരു പണക്കാരന്റെ മകൻ വേണമായിരുന്നു. നിനക്കെന്നെ കിട്ടി. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഈ എന്നെ നിന്റെ കുടുംബം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തതെന്ന് ഞാൻ പറയുന്നു. അറിയാതെ തെറ്റ് ചെയ്ത് എന്നെ ഈ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയാൽ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്ത് നിന്നെ എന്താടി ചെയ്യേണ്ടത്? നീ എന്താ പറഞ്ഞേ? എന്താ? അങ്ങേർക്ക് മൂട് വരുമ്പോൾ എഗ്രിമെന്റ് ഭാര്യയായ ഞാൻ എപ്പോഴും അയാളെ സന്തോഷിപ്പിക്കുമെന്ന് നീ ഉളിപ്പില്ലാതെ പറഞ്ഞില്ലേ? നീയും ഞാനും 1 ഇയർ ഏകദേശം 365 ദിവസം ഒരേ ബെഡ്റൂമിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ചില ദിവസം ബോധമുണ്ടായിരുന്നു, ചിലപ്പോൾ ബോധമില്ലായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം തെറ്റായ രീതിയിൽ നിന്റെ ശരീരത്തെ തൊട്ടിട്ടുണ്ടോ? എന്തോ നിന്നെ റേപ്പ് ചെയ്ത പോലെ സംസാരിക്കുന്നല്ലോ. അനുവാദമില്ലാതെ വ്യഭിചാരിയുടെ ദേഹത്ത് പോലും തുടരുന്നതാണ് എൻ്റെ പോളിസി. നീ ആഗ്രഹിച്ചു തൊട്ടപ്പോ അത് സ്വീകരിച്ചു ഞാൻ. നമ്മുടെ നാട്ടിൽ ആണുങ്ങൾ പെണ്ണുങ്ങളെ മയക്കെടുക്കുവാൻ വേണ്ടി 1 മുഴം പൂ മാത്രം മതിയെന്നാണ് ഞാൻ ഇവിടെ വന്ന് കേട്ടറിഞ്ഞതല്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ചെറുതായി ഒന്ന് ചിരിച്ചാൽ മതി. 1 വർഷത്തേക്ക് 1 പെണ്ണിൻ്റെ കൂടെ, 1 മണിക്കൂർ 1 പെണ്ണിൻ്റെ കൂടെ എനിക്കിരിക്കാൻ കഴിയും. ആ കപ്പാസിറ്റി എനിക്കുണ്ട്. എന്നാൽ ഞാൻ അങ്ങനത്തെ ക്യാരക്ടറല്ല. ഐ എം നോട്ട് എ വുമണൈസർ. നീ എൻ്റെ കൂടെ ജീവിച്ചവരെ നീ എന്നെ സ്നേഹിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ നിന്നെ വിട്ട് ഞാൻ പിരിഞ്ഞതിന് ശേഷം ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. സിൻസിയറായിട്ട് ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ പേരിൻ്റെ കൂടെ വിജയ് എന്ന് വെക്കാൻ നാണിക്കുന്ന നീ കുഞ്ഞിൻ്റെ പേരിന് മുമ്പ് എൻ്റെ ഇൻഷ്യൽ വെക്കുവാൻ വേണ്ടി നീ ആഗ്രഹിക്കുന്നുവല്ലോ. അതാ എനിക്ക് മനസ്സിലാകാത്തത്. എൻ്റെ ഈ തിരിച്ചറിവ് മനസ്സിലാക്കാൻ കഴിയാത്ത നിനക്ക് എങ്ങനെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ തന്നുവിടുന്നത്? നിന്റെ പിടിവാശി എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പോലെ എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിക്കില്ല എന്ന് എന്ത് ഉറപ്പാണുള്ളത്? അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ തരാൻ കഴിയില്ല എന്നും പറഞ്ഞ് എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മയുടെ മരണശേഷം അച്ഛനുണ്ടാക്കി വെച്ച പണമെല്ലാം ദൂർത്തടിച്ച് തെറ്റായ രീതിയിൽ വളർന്ന ഞാൻ എൻ്റെ കുഞ്ഞ് അമ്മയില്ലാതെ തെറ്റായ രീതിയിൽ വളരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജനിക്കാൻ പോകുന്ന കുഞ്ഞ് നിന്റെ കൂടെ വളരട്ടെ. നമ്മുടെ കുഞ്ഞിനെ നന്നായി നോക്കണം. ഒരാണിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഒരു പെണ്ണുണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി തന്നത് നീയാണ്. ഒരാണിൻ്റെ കണ്ണീരിൻ്റെ പിന്നിൽ ഒരു പെണ്ണുണ്ടായിരിക്കുമെന്ന് തെളിയിച്ചതും നീയാണ്. ടേക്ക് കെയർ. നമ്മുടെ കുഞ്ഞിനെ നന്നായി നോക്കണം.